പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു ഏരിയയാണിത്. അൽ ഫിഅലുൽ മുളാരി അൽ ഫിഅലുൽ മാളി. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്? ഒരു പക്ഷേ മുളാരിയായ ഫീൽ തന്നിട്ട് മാളിയായ ഫീൽ എഴുതാൻ പറയും. അപ്പോൾ നമ്മൾ യദ്ഹബു തരും, നമ്മൾ ദഹബ എഴുതേണ്ടി വരും. അല്ലെങ്കിൽ അൽ ഫിഅലുൽ മാളി തരും, ദഹബ ദഹബത്ത് സമയാന്ന് തരും, എന്നിട്ട് മുളാരിയായ ഫീൽ എഴുതേണ്ടി വരും. അപ്പം രണ്ടും പഠിക്കൽ നിർബന്ധമാണ്. അപ്പോൾ യദ്ഹബു ദഹബ, തദ്ഹബു എന്ന് വന്നപ്പോൾ ദഹബത്തായി. യസ്മഉ സമിഅ, തസ്മഉ സമിഅത്ത്, യുസല്ലി സ്വല്ല, തുസല്ലി സ്വല്ലത്ത്, യഖൂലു ഖാല. അപ്പം യാ വരുന്നിടത്ത് സാധാ പോലെ തന്നെ, പക്ഷേ തദ്ഹബു തഖൂലൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ അവസാനം ത വേണം. യദ്ഹബു യദ്ഹബുൽ ഇബ്നു, അൽ ബിന്തു തദ്ഹബു തദ്ഹബുൽ ബിന്തു, അൽ അബു യജ്ലിസു യജ്ലിസുൽ അബു, അൽ ഉമ്മു തജ്ലിസു തജ്ലിസുൽ ഉമ്മു. മുളാരിയ ഫീലിനെ തുടക്കത്തിലേക്ക് കൊണ്ടുവരിക, അതിൻ്റെ ഫായിലിനെ ബാക്കിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അർത്ഥത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ അത് ചെയ്ത് പഠിക്കണം. അൽ ഇബ്നു യദ്ഹബു യദ്ഹബുൽ ഇബ്നു, ഒരു മാറ്റവും. മുളാരിയ ഫീൽ മുമ്പിലേക്ക് കൊണ്ടുവന്നു, അൽ ഇബ്നുവിനെ ബാക്കിലേക്ക് കൊണ്ടുപോയി. അൽ ബിന്തു തദ്ഹബു തദ്ഹബുൽ ബിന്തു. അപ്പോൾ അത് സ്വന്തമായിട്ട് ചെയ്യാവുന്ന വളരെ എളുപ്പമുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതുപോലെ എളുപ്പമുള്ള മറ്റൊന്നാണ്, ഇത് ഖുർആൻ ആയത്തുകളാണ്. ഈ ആയത്തുകളിൽ നിന്നും മുളാരിയായ ഫീലിനെ കണ്ടെത്തണം എന്നുള്ളതാണ്. മുളാരിയായ ഫീലിനെ എങ്ങനെ കണ്ടെത്തുക? നമ്മൾ പഠിച്ചത് പ്രകാരം അതിൻ്റെ തുടക്കത്തിൽ പിന്നെ യാ ഓ താ ഓ വന്നാലാണ് മുളാരിയായ ഫീലാവുക. നമുക്കറിയാം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, അതിൽ യാ വരുന്നത് ഏതാണ്? അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, യക്ദുബു എന്നായിട്ടുണ്ട്. അല്ല, യുകദ്ദിബു ബിദ്ദീൻ എന്നാണ്. അപ്പോൾ യുകദ്ദിബു എന്നുള്ളതിൽ യാ വന്നതുകൊണ്ട് യുകദ്ദിബു ആണ് മുളാരിയായ ഫീല്. ഫൈദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, ആ തസ്ആ എന്നുള്ളതാണ് മുളാരിയായ ഫീല്. എങ്ങനെ മനസ്സിലായത്? സിമ്പിളായി താ വന്നൂലേ, അത് യാവും താവും വന്നാൽ മാത്രമല്ല, പകരം അതോടൊപ്പം തന്നെ അത് ആക്ഷൻ വേർഡ് ആയിരിക്കണം, ഒരു പ്രവർത്തനമായിരിക്കണം, അല്ലേ? അപ്പോഴാണ് മുളാരിയായ ഫീൽ ആവുകയുള്ളൂ. യഹ്സബു അന്ന മാലഹു അഖ്ലദ, അവർ വിചാരിക്കുന്നു. അപ്പോൾ അതൊരു ആക്ഷൻ വേർഡാണ്. അതോടൊപ്പം യഹ്സബു എന്നുള്ളത് യാ വന്നതുകൊണ്ട് മുളാരിയായ ഫീലാണ്. യൗമഇദി യസ്തുറുന്നാസു, കുട്ടികൾ തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുള്ളൊരു ഏരിയയാണിത്. യൗമഇദിൻ യസ്തുറു, രണ്ടിലും യാ വന്നതുകൊണ്ട് രണ്ട് മുളാരിയായ ഫീലാണെന്ന് വിചാരിക്കും. ശരിയല്ല. യൗമഇദിൻ എന്നുള്ളതിൻ്റെ അർത്ഥം അന്നേ ദിവസം എന്നാണ്. അപ്പം അന്നേ ദിവസം എന്ന് പറയുന്നത് ഒരു ആക്ഷൻ വേർഡല്ല, ഒരു പ്രവർത്തനം അവിടെ ഇല്ല. പകരം യസ്തുറു, ഒരുമിച്ച് കൂടും എന്നുള്ള യസ്തുറു ആണ് മുളാരിയായ ഫീൽ വരുന്നത്. അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ, യഅലമു ആണ്. എന്തുകൊണ്ടാണ് യഅലമു? യാ വന്നതുകൊണ്ട് യഅലമു ആണ് മുളാരിയായ ഫീൽ. ജന്നാത്തിൻ തജ്രി എന്ന് പറഞ്ഞുകൊടുത്ത് മുളാരിയായ ഫീലാണ്. എന്താ കാരണം? തജ്രി എന്നുള്ളതാണ്. കാരണം തജ്രി എന്നുള്ളതിൽ താ ഉണ്ട്, ഒഴുകുന്നു എന്നാണ് അർത്ഥം. ആക്ഷൻ വേർഡ് ഉണ്ട്. ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അവിടെ ടൈപ്പ് ചെയ്തതിൽ. ഓക്കെ, ശ്രദ്ധിക്കാം.